നമ്മൾ പത്തിരിക്കെല്ലാം മാവ് കുഴയ്ക്കുന്നത് പോലെ ഒരു ഡോ തയ്യാറാക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് 3 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് നന്നായി വഴന്ന് വരണം. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഒന്ന് നല്ലവണ്ണം ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളമാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ അരിപ്പൊടി എടുക്കുന്നത് ആ കപ്പ് കൃത്യം അളവ് വെള്ളം നിങ്ങൾ ഇവിടെ ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടാൻ പാടില്ല. ഇവിടെ ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ച് ഞാൻ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്തതിന് ശേഷം ഒരു തവ ഉപയോഗിച്ച് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ കിടന്ന് വേണം ഈ അരിപ്പൊടി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കാൻ മറന്നു പോകരുത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കരിഞ്ജീരകവും ചെറിയുള്ളിയുമാണ് ഇതിൻ്റെ പ്രധാന ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നന്നായി ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇനി ഇത് ഒരു പരന്ന പാത്രമെടുത്ത് അതിനകത്തേക്ക് ഈ മാവ് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. മാവ് അധികം തണിയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഒരു ഇളം ചൂടോടുകൂടി തന്നെ വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂട് കുറച്ചധികമാണെന്ന് തോന്നുകയാണെങ്കിൽ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുഴച്ചു കൊടുക്കുക. കാരണം ചെറു ചൂടോടെ തന്നെ കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ ആ ഡോ ശരിയായ ടെക്സ്ചറിൽ എത്തുകയുള്ളൂ. ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാൻ ഇടയാകും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പൊടിയുടെ അതേ അളവിൽ തന്നെ വെള്ളവും ചേർക്കാൻ മറന്നു പോകരുത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കുകയാണ്. മുട്ട മുഴുവനായി ഇവിടെ ചേർക്കുന്നില്ല. 2.5 ടേബിൾ സ്പൂൺ മുട്ട മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു 3 കപ്പ് അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഒരു മുട്ട മുഴുവനായി ചേർക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ ഞാൻ 1 കപ്പ് അരിപ്പൊടി മാത്രമാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടെക്സ്ചർ കണ്ടാൽ അറിയാം. നല്ല സോഫ്റ്റായൊരു ടെക്സ്ചറാണ്. ഇനി ഇതിൽ നിന്നും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് അത് ഒന്ന് ഉരുട്ടി റോൾ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു ബട്ടൻ്റെ ഷേപ്പിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. അധികം കട്ടി കൂടാൻ പാടില്ല. അങ്ങനെയാവുമ്പോൾ ഉള്ളൊന്നും അധികം കുക്കാവാതെ സോഫ്റ്റായി പോവും. അതുകൊണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്ത് അത് ഒന്ന് നന്നായി പ്രസ് ചെയ്ത് മാറ്റി വെക്കുക. വീട്ടിൽ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും കൂടി ഈ ജോലിയിൽ പങ്കാളികളാക്കാം. ഈ മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് മാത്രമാണ് സമയം പിടിക്കുന്ന ഒരു ജോലി എന്ന് പറയുന്നത്.
ഈ മാവ് ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ചേർത്ത് ചൂടാക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പ് ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായി നിൽക്കുന്ന ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായി ചൂടായി നിൽക്കുന്ന ഓയിലിലേക്ക് ഇത് ചേർത്തതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നെ ഇത് ചേർത്ത ഉടനെ തന്നെ തവ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാൻ പാടുള്ളതല്ല. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വിട്ട് വരുന്ന ഒരവസ്ഥയിൽ മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുകയുള്ളൂ. പിന്നെ ഇതൊരു 6-7 മിനിറ്റ് സമയമെടുത്ത് തന്നെ കുക്കായി വരണം. എങ്കിലേ നമുക്ക് ആ ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ഉള്ളു സോഫ്റ്റായി പുറം ഭാഗം മാത്രം ക്രിസ്പിയായി നിൽക്കും. അതുകൊണ്ട് ഉൾഭാഗവും ക്രിസ്പിയായി വരണമെങ്കിൽ സമയമെടുത്ത് തന്നെ ഇത് കുക്കായി വരണം. ഇത് നമുക്ക് ഒരു ട്രിപ്പ് അടുപ്പിലേക്ക് ചേർക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് പരത്തിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഏകദേശം കളറെല്ലാം മാറി ഇത് നല്ല ക്രിസ്പിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നിറമാകുന്ന സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാവുന്നതാണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പിയാണെന്ന്. ഇങ്ങനെ ബാക്കിയുള്ള നമ്മുടെ ഡോ എല്ലാം ഉരുളകളാക്കി ചെറിയ ബട്ടൺസ് പോലെ ആക്കിയെടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഡോ നമ്മൾ ഫ്രൈ ചെയ്യാൻ ചേർക്കുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെച്ച് ചേർക്കുക. അതിനുശേഷം ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാൻ മറന്നു പോകരുത്. കാരണം തീ കൂട്ടി വെച്ച് ഇത് ഫ്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇത് പുറം ഭാഗം മാത്രം കരിഞ്ഞു വരികയാണ് ചെയ്യുക. അതുകൊണ്ട് സമയമെടുത്ത് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. ഇത് കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോകാതെയും പിന്നെ ഇത് ബട്ടൺസ് പോലെ പരത്തിയെടുത്തതിന് ശേഷം കൂടുതൽ നേരം ഡ്രൈ ആയി പുറത്തിരിക്കാനും ഇടവരരുത്. ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഓരോ ട്രിപ്പായി നമുക്ക് ഇത് വറുത്ത് കോരാവുന്നതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുക്കപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീടുകളിലെല്ലാം ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കിത് എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.